ബിഗ് ബോസ് സീസൺ 6 രണ്ടാം ആഴ്ചയുടെ അവസാനത്തിൽ എത്തി നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ പല മുഹൂർത്തങ്ങളിലൂടെയും കടന്നു പോവുകയാണ് ഹൗസും മത്സരാർത്ഥികളും. ഇപ്പോൾ ഹൗസിനകത്തും പുറത്തും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ജാസ്മിൻ ഗബ്രി കോംബോ അവസാനിച്ചതാണ്. കഴിഞ്ഞ ദിവസം ജാസ്മിനെ തേടി കൺഫഷൻ റൂമിൽ ഉപ്പയുടെ കോൾ വന്നിരുന്നു. ജാസ്മിൻ ഗബ്രി കോംബോയോടുള്ള എതിർപ്പ് ഉപ്പ പ്രകടിപ്പിക്കുകയോ പ്രേക്ഷകർക്കിടയിൽ കോംബോയ്ക്ക് നെഗറ്റീവ് പ്രതികരണമാണ് കൂടുതൽ ലഭിക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ടുമാകണം ആ കോളിന് ശേഷം ജാസ്മിൻ ആകെ തകർന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഫ്രണ്ട്ഷിപ്പ് കോംബോ എന്നതിനപ്പുറത്തേക്ക് ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ട് നീങ്ങിയിരുന്നു. ഇരുവരും കെട്ടിപ്പിടിക്കുന്നതിൻ്റെയും ജാസ്മിൻ്റെ കയ്യിൽ ഗബ്രി ഉമ്മ വയ്ക്കുന്നതിൻ്റെയും ഇരുവരും ഒരു കട്ടിലിൽ ഉറങ്ങുന്നതിൻ്റെയും വീഡിയോയും ഫോട്ടോയും എല്ലാം പുറത്തു വന്നിരുന്നു. ലവ് ട്രാക്ക് കളിച്ച് പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്ത് വോട്ട് നേടാനുള്ള ശ്രമമാണ് ഇരുവരുടേതെന്നും പ്രേക്ഷകർ കുറ്റപ്പെടുത്തിയിരുന്നു. ഉപ്പയുടെ കോൾ വന്ന ശേഷം ഗബ്രിയോട് അകലം പാലിച്ചാണ് ജാസ്മിൻ്റെ ഹൗസിലെ ജീവിതം. അതേസമയം ഇരുവരുടെയും അടുത്ത സുഹൃത്തായ റസ്മിനോട് സൗഹൃദത്തെക്കുറിച്ച് ജാസ്മിൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഒന്ന് കെട്ടിപ്പിടിക്കാത്ത, കയ്യിലൊരു ഉമ്മ കൊടുക്കാത്ത ഫ്രണ്ട്ഷിപ്പൊന്നും ഈ കാലത്തില്ലെന്നാണ് ജാസ്മിൻ സ്വന്തം ഭാഗം ന്യായീകരിച്ച് റസ്മിനോട് പറഞ്ഞത്. ജാസ്മിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: പുറത്ത് ആൺ സുഹൃത്തുക്കളും പെൺ സുഹൃത്തുക്കളും ഇല്ലാത്തവർ ഇവിടെ ഉണ്ടോ? ഒന്ന് കെട്ടിപ്പിടിക്കാത്ത, കയ്യിലൊരു ഉമ്മ കൊടുക്കാത്ത ഫ്രണ്ട്ഷിപ്പൊന്നും ഈ കാലത്തില്ല. പ്രത്യേകിച്ച് ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ ഫീമെയിൽ മെയിൽ കൺസെപ്റ്റ് ഒന്നുമല്ല നമുക്ക് വരിക. ഇവിടെ എന്നെ ഉപദേശിക്കുന്ന ആളുകൾ പുറത്തെന്താണ്? ഇത്രയും നാളും ഇതൊക്കെ പറയുമ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു അതെല്ലാം ന്യായമാണെന്ന്. എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നത് തെറ്റാണോ എന്നൊക്കെ ചിന്തയുണ്ട്. അങ്ങനെ ഞാൻ നിന്നിട്ട് ഈ കളിയിൽ കാര്യമുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. എങ്ങനെ ഇതൊക്കെ തിരുത്തണമെന്നും എനിക്കറിയില്ല. എൻ്റെ ബുദ്ധിയൊക്കെ പോയി. ആർക്കേലും ഒരാൾ എന്നത് എല്ലാ സീസണിലും ഇല്ലേ? നിനക്കൊരു പ്രശ്നം വന്നാൽ നിന്റെ കൂടെ നിൽക്കാൻ ഒരാൾ കാണില്ലേ? അത്തയുടെ ഓപ്പറേഷൻ കഴിയുന്നത് വരെ എന്നെ ഒന്ന് വെറുതെ വിടാനാണ് ഞാൻ റോക്കിയോട് പറഞ്ഞത്. ആ സംഭവവും ഞാൻ റോക്കിയെ പ്രൊവോക്ക് ചെയ്തതും വേറെ അല്ല. പക്ഷേ റോക്കി പറയുന്നതിൽ ആരും കുറ്റം കാണില്ല. അപ്പോഴും സൊസൈറ്റിയുടെ മുന്നിൽ മോശക്കാരിയാകുന്നത് ഞാനാണോ എന്നാണ് റസ്മിനോട് ജാസ്മിൻ ചോദിച്ചത്. അതിനെല്ലാം ജാസ്മിനെ സമാധാനിപ്പിക്കുന്ന തരത്തിലാണ് റസ്മിൻ പ്രതികരിച്ചത്.